പ്രിയരെ, നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ നഷ്ടവാദ പ്രമേയത്തിൻ്റെ മുഖവരയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 എപ്പിസോഡിൽ കൂടി ഈ വിഷയത്തിൻ്റെ മുഖവരിയായി ചിന്തിച്ചു വന്ന വിഷയങ്ങളുടെ ബാക്കി പ്രമേയങ്ങളാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊണ്ട ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ പിന്മാറിപ്പോയിട്ട് ആ പിന്മാറ്റ അവസ്ഥയിൽ അദ്ദേഹം മരിച്ച് മാറ്റപ്പെട്ടാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നഷ്ടവാദം ഉന്നയിക്കുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിലും പല ആളുകളും ഒരുപക്ഷെങ്കിൽ അതേക്കുറിച്ച് വളരെ കൂലങ്കഷമായി ചിന്തിച്ചിരിക്കാൻ സാധ്യത ഉണ്ട്. തിരുവെഴുത്ത് ഈ കാര്യത്തിൽ എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രഥമത നാം പരിശോധന ചെയ്യേണ്ടത്. ദൈവവചനം എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പാപി കർത്താവുമായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടുകൂടി അവന്റെ പുതു സൃഷ്ടിയായി മാറുകയാണ്. ന്യൂ ക്രിയേഷൻ. പുതു സൃഷ്ടി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു ശിശുവായി അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനായി അവൻ ജനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനിക്കുന്നവൻ പിന്നീട് ക്രിസ്തുവിലാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ എപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു, അപ്പോൾ തന്നെ ഞാൻ യേശു ക്രിസ്തുവിൽ ആയി. മാത്രമല്ല, യേശു ക്രിസ്തുവിലായവൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലുമായി എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അവന്റെ ജീവൻ ക്രിസ്തുവിലാണ്. അതായത് നിങ്ങൾ ക്രിസ്തുവോട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെ റോമർ 14:8 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്ത വിശ്വാസി തന്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ വ്യക്തമായി പറയാണ് 14-ാം അധ്യായത്തിൽ. അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നവിടെ പ്രസ്താവിക്കുന്നതും 10-ാം വാക്യത്തിൽ ഇതിനോട് ചേർന്നാണ്. 1 തെസ്സലോനിക്കർ 5:10 കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും രക്ഷ പ്രാപിക്കേണ്ടതിനകത്തെ ദൈവം നിങ്ങളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാലും നമ്മൾ ഉണർന്നിരുന്നാലും ആത്യന്തികമായി ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് പൗലോസ് പറയുകയാണ്. നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിശ്ചയമായും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പിന്മാറ്റ അവസ്ഥയിലേക്ക് പോവുകയും ആ പിന്മാറ്റ അവസ്ഥ കാലഘട്ടത്തിൽ മേൽപ്പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ യഥാസ്ഥാനപ്പെട്ടില്ല എങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് കേൾക്കുന്ന ചില ആളുകൾ വളരെ പരിഭ്രമത്തോട് ചിന്തിക്കും, ഇതെന്തൊരു വിപരീത ഉപദേശമാണ്. ഒരാൾ പിന്മാറിപ്പോയിട്ട് അദ്ദേഹം ദൈവത്തെങ്കിലേക്ക് യഥാസ്ഥാനപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഇത് വേദപുസ്തകം സമ്മതിക്കുന്ന കാര്യമാണ്. 2 കൊരിന്ത്യർ 5:17, കൊലോസ്യർ 3:3, കൊലോസ്യർ 3:4, അതുപോലെ തന്നെ റോമാലേഖനം 14:8, 1 തെസ്സലോനിക്കർ 5:10 കൂടെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിലാണ്, അവൻ പുതു സൃഷ്ടിയാണ്, അവൻ ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവൻ പ്രത്യാശ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും എന്ന് കാത്തിരിക്കുന്നത്. ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവൻ നിശ്ചയമായും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ സ്വർഗപ്രാപ്തിക്ക് വിരോധമായി ഏതെങ്കിലും പാപം ചെയ്താൽ നിയമ ലംഘനം ദൈവ കോടതിയിലെ നിയമത്തിന് വിരോധമായി ചെയ്തു പോയാൽ അതിന് ഉള്ള ശിക്ഷയായി ബാലശിക്ഷകൾ ദൈവം അനുവദിക്കാറുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ദൈവ കോടതിയിലെ നിയമങ്ങൾക്ക് വിരോധമായ നിലയിൽ അവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകൾക്ക് ദൈവം നൽകുന്ന ശിക്ഷയുടെ പേരാണ് ബാലശിക്ഷ അല്ലെങ്കിൽ ചാസ്റ്റൈസ്മെന്റ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കുന്നു എന്ന് വായിക്കുന്നു. ഇതിനെ ബാലശിക്ഷ എന്ന് പറയും. ഒരു വിശ്വാസി ദൈവത്തിന്റെ കോടതിയിലെ നിയമങ്ങൾക്ക് വിരോധമായി രക്ഷിക്കപ്പെട്ട ശേഷം ഏതെങ്കിലും നിലയുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അപരാധങ്ങളോ പാപങ്ങളോ ചെയ്താൽ
ദൈവകോടതിയിലെ നിയമത്തെ അവൻ ലംഘിച്ചു എന്നുള്ളതുകൊണ്ട് അവനെ ദൈവം ബാലശിക്ഷ കഴിക്കും. ഈ ബാലശിക്ഷയിൽ മരണം വരെ ഉണ്ടെന്നാണ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പൗലോസ് പറയുന്നത്. അവിടെ പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ഇത് നിമിത്തം നിങ്ങൾ ചിലർ രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു, നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. അപ്പൊ അവിടെ പറയുന്നത്, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിയുകയാകും. ഈ ശിക്ഷാവിധി എന്നതിന് കാറ്റാക്രീമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ. കാറ്റാക്രീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാവിധി എന്ന് തന്നെയാണ്, അതായത് ഈ നരകശിക്ഷാവിധി എന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ ലോകത്തോടുകൂടെ ശിക്ഷാവിധി ഏർപ്പെടാതിരിക്കാൻ അവനെ കാറ്റാക്രീമ, അതായത് ശിക്ഷാവിധി നൽകുകയല്ല, ക്രീമ നൽകുകയാണ്, ചാസ്റ്റൈസ് ചെയ്യുകയാണ്, ബാലശിക്ഷ കഴിയുകയാണ്. ഈ ബാലശിക്ഷയിൽ രോഗങ്ങൾ ബാലശിക്ഷയാകാം, മറ്റ് മാനസികമായ തുടർമാനമായ പീഡനമുറകൾ ബാലശിക്ഷയിൽ വരാം, ഐസൊലേഷൻ ബാലശിക്ഷയുടെ ഒരു ഭാഗമാകാം, ഈവൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീര മരണവും ബാലശിക്ഷയിൽ വരുന്ന ഭാഗമായിരിക്കാം. പിന്നീട് അവൻ ജീവിച്ചിരുന്ന ദൈവത്തിന് വിരോധമായി കൂടുതൽ തെറ്റുകൾ അകപ്പെടാതിരിക്കാൻ അവന്റെ ജീവനെ ദൈവം തമ്പുരാൻ അവിടെ വെച്ച് ഹനിക്കുന്ന പ്രവൃത്തിയും ബാലശിക്ഷയിൽ വരുന്നു. ബാലശിക്ഷയുടെ കൂട്ടത്തിൽ ശരീര മരണം ഉൾപ്പെടുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാപം ചെയ്തിട്ട് അനുദപിക്കാതെ ആരെങ്കിലും ആ മരണവും ആ പാപത്തിലുള്ള ശിക്ഷയുടെ കൂട്ടത്തിൽ വന്നാൽ അതിനെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ആളത്വം രക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവിന്റെ മധ്യാവകാശ വരവെങ്കിൽ കർത്താവിനൂടെ എടുക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന് 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ പൗലോസ് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായ നിങ്ങളും അവനോട് ഉയർത്തു നിൽക്കും എന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 15:23 വാക്യങ്ങളിൽ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ പൗലോസ് 1 കൊരിന്ത്യർ 15:50 പറഞ്ഞ, സഹോദരന്മാരെ, അന്ത്യകാലനാഥെങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണം, കൊരിന്തിലെ സഭയിലെ വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത്. പ്രഥമതാ കൊരിന്ത്യർക്കും പിന്നീട് ലോകത്തിൽ സഭയുള്ള കാലം മുഴുവനും ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കും ആണ് ഈ കൊരിന്ത് ലേഖനം ബാധകമല്ല. കൊരിന്ത് ലേഖനം കൊരിന്ത്യർക്ക് മാത്രമായി എഴുതുകയല്ല, കൊരിന്ത് സഭയ്ക്കാണ് അഡ്രസ് ചെയ്തെങ്കിലും ദൈവസഭയ്ക്കാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ വരുമ്പോൾ പൗലോസ് പറയാണ്, നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അപ്പോൾ നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യത്തെ 1 കൊരിന്ത്യരുടെ ആദ്യത്തെ 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഭിന്നത ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരുവൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഒരുത്തൻ കേഫായുടെ പക്ഷക്കാരൻ, ഒരുവൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഒരുവൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ ഏറ്റവും കുറഞ്ഞ 4 വിഭാഗങ്ങൾ ഈ കൊരിന്ത് സഭയ്ക്ക് ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 1:7 പ്രകാരം ഒരു കൃപാവരത്തിലും കുറവില്ലാത്തൊരു സഭയായിട്ടാണ് ഈ സഭയെ പറയുന്നത്. ആ സഭയിലാണ് ഈ ഭിന്നതയ്ക്ക് നേതൃത്വം നൽകിയ 4 ഗ്രൂപ്പ് ഹെഡുകൾ ഉള്ളത്. അപ്പൊല്ലോസ്, പൗലോസ്, കേഫാവ്, ക്രിസ്തു. ഇങ്ങനെ ഈ 4 പേരും ഇവിടെ ഈ 4 നാം എല്ലാവരും എന്ന വിഭാഗത്തിൽ വിടുന്നു. 5-ാം അധ്യായം വരുമ്പോൾ ആ സ്ഥലം സഭയിൽ തന്നെ തന്റെ അപ്പന്റെ ഭാര്യയെ, അതായത് സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി സ്വീകരിച്ച് വർഷത്വം പ്രവർത്തിച്ചു പോന്ന ഒരാൾ അവിടുത്തെ ഫെലോഷിപ്പിൽ നിരന്തരമായി തുടർന്നു പോന്നിരുന്നു എന്ന് വായിക്കുന്നു. സഭ ആ മനുഷ്യനെക്കുറിച്ച് അനുദപിച്ചിട്ടില്ല. അതുകൊണ്ട് പൗലോസ് ആ മനുഷ്യനുമേ എടുക്കേണ്ട ഡിസിപ്ലിനറി ആക്ഷനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങളോടുകൂടെ എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെട്ടതിന് ജഡസമുഖത്തിനായി അവനെ പിശാചിനെ ഏൽപ്പിക്കണം എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ വന്ന ദുർനടപ്പുകാരനും ഈ നാം എല്ലാവരും എന്ന് പറയുന്ന ലിസ്റ്റിലുണ്ട്. 6-ാം അധ്യായത്തിൽ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടവൻ, 7-ാം അധ്യായത്തിൽ വിവാഹം കഴിക്കുന്നത് ശരിയാണെന്നും വിവാഹം കഴിക്കേണ്ട സെലിബസി മതിയെന്നും വിവാഹം കഴിച്ചാൽ പുരുഷനും സ്ത്രീയോ സ്ത്രീക്ക് പുരുഷനോ ഉപേക്ഷിക്കാമെന്നും ഉപേക്ഷിച്ചാൽ വീണ്ടും വിവാഹം കഴിക്കാമെന്നും വാദിക്കുന്ന ആളുകൾ.
അവരും എവിടെയുണ്ട്? ഈ നാം എല്ലാവരും എന്ന് പറയുന്ന ഓർഡറുണ്ട്. 8, 9, 10 അധ്യായങ്ങൾ വിഗ്രഹാർപ്പിതം, വിഗ്രഹാരാധന, സഭായോഗങ്ങളിലെ വിവിധ പ്രശ്നങ്ങൾ. പിന്നെ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ. 13-ാം അധ്യായത്തിൽ ഏറ്റവും വലിയ കൃപാവരമായ സ്നേഹം അതില്ല എന്നുള്ള പ്രശ്നം. 14-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന് പറയുന്ന പ്രശ്നം. 15-ാം അധ്യായത്തിൽ പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുകയും പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയെ കെടുത്തുകളയും ചെയ്യുന്ന ചില ആളുകൾ. 16-ൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായ ധർമ്മശേഖരം എന്ന പ്രശ്നം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 16 അധ്യായങ്ങളിലും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക സഭയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത പുസ്തകം ഈ കൊരിന്ത്യ ലേഖനമാണ്. അവരെ എല്ലാം കൂടെ ചേർത്താ പറയുന്നത്. അതായത് ഭിന്നതയുണ്ടാക്കുന്നവനെയും ദുർനടപ്പുകാരനെയും പിന്നെ കോടതി വ്യവഹാരം ചെയ്യുന്നവനെയും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവനെയും വിഗ്രഹത്തിന് ധൂപം കാട്ടുന്നവനെയും അതുപോലെ തന്നെ സഭായോഗങ്ങളിൽ കർത്താവിന്റെ മേശയോട് ബന്ധമുള്ള ക്രമരാഹിത്യം ചെയ്യുന്നവരെയും കൃപാവരങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ളവരെയും അതിന്റെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ച് പ്രശ്നമുള്ളവരെയും സ്നേഹമില്ല എന്നുള്ളവരെയും പുനരുദ്ധാനത്തെ സംശയിച്ചവരെയും എല്ലാവരെയും കൂടെ ചേർത്താണ് നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് 1 കൊരിന്ത്യർ 15:52 പൗലോസ് പറയുന്നത്. അപ്പൊ ഈ ശിഷ്യർ പറയുന്നത് നിസ്സാരമാണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഒരിക്കലും അല്ല. രക്ഷ സൗജന്യം. അത് നിമിത്തം ഒരുവന് ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നു. ഒരാൾ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി കൈക്കൊണ്ടാൽ അവന് ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിലെ നമ്മുടെ വാഴ്ച മുഴുവനും നമ്മുടെ ജീവിതം വീണ്ടും ജനിച്ചത് മുതൽ ശരീര മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തെ അനുസരിച്ചാണ് ദൈവരാജ്യത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മധ്യായുസ്സിൽ വെച്ച് മരിക്കുന്നത് തന്നെ ഒരു വലിയ നഷ്ടമല്ലേ? ഇത് നിമിത്തം നിങ്ങൾ പലരും നിദ്ര കൊള്ളുന്നു പറയുമ്പോൾ ഒരാളുടെ ആയുസ് 80 സംവത്സരമായിരുന്നെങ്കിൽ 40 വെച്ച് മരിക്കുന്നത് തന്നെ വാസ്തവത്തിൽ എന്താണ്? ഒരു വലിയ നഷ്ടമാണ്. അപ്പൊ നിത്യതയിലെ വാഴ്ചയ്ക്കായി അവൻ സമ്പാദിക്കാനുള്ള കാലം അവൻ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ്. അതേക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ കർത്താവിന്റെ ന്യായാസനം മുമ്പായി ചെല്ലുമ്പോൾ കോടാനുകൂടി വിശുദ്ധന്മാർ മധ്യേ ലജ്ജിക്കേണ്ടി വരുന്നത് ഭയാനകം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ശ്രദ്ധിക്കുക, പ്രതിഫലങ്ങൾ ചിലത് കിട്ടാതെ വന്നാൽ അത് നഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലത് ലഭിക്കാതെ പോയാൽ നിത്യമായ ലജ്ജയും ഉണ്ടായിരിക്കും. വെളിപ്പാട് 3, 4, 5 ഈ വാക്യങ്ങൾ വായിക്കണം. ഉടുപ്പ് മലിനം ആകാത്തവർക്ക്, അതായത് വ്യഭിചാരത്താൽ അശുദ്ധപ്പെടാത്തവർക്ക് വെള്ള ഉടുപ്പ് ലഭിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല, ഒരാൾക്ക് ലഭിച്ചില്ല എന്ന് കരുതുക. ഒരു വ്യക്തിക്ക് വെള്ള ഉടുപ്പ് ലഭിച്ചില്ല എങ്കിൽ നിത്യത മുഴുവൻ അയാളെ കാണുന്നവർ എന്ത് ചെയ്യും? മനസ്സിലാക്കും, അയാൾ 7-ാം കൽപ്പന അല്ലെങ്കിൽ ലംഘിച്ച വ്യഭിചാരിയും ജഡത്തെ മലിനമാക്കിയവനും എന്നുമാണ്. അപ്പൊ വ്യഭിചാരം ചെയ്യാത്തവന്, ജഡത്തെ മലിനമാക്കാത്തവന് വെള്ളയുടുപ്പ് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയുടുപ്പ് ലഭിക്കാത്തവരോടുണ്ടാവും. അപ്പൊ വെള്ളയുടുപ്പ് ലഭിക്കാത്തവരോട് ചെല്ലുമ്പോൾ അവൻ 7-ാം കൽപ്പന ലംഘിച്ചവനാണ്, തന്റെ ജഡത്തെ മലിനമാക്കിയവനാണ് എന്ന് അത് വെളിപ്പെടുത്തും. നിത്യത മുഴുവൻ മറ്റുള്ള ആളുകൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. വാസ്തവത്തില് ഈ ഒരു വിശ്വാസി 7-ാം കൽപ്പനയായി വ്യഭിചാരം ചെയ്തിട്ട് അവൻ ഏറ്റു പറഞ്ഞു എങ്കിൽ അത് വാസ്തവത്തിൽ ക്ഷമിക്കപ്പെടുമെങ്കിലും വിശുദ്ധിയിൽ ജീവിച്ചവർക്കുള്ള പ്രതിഫലം അവൻ ലഭിക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായ വിഷയം വെച്ചാൽ ഒരുവന് ഒരു 7-ാം കൽപ്പന ലംഘിച്ചു, വിശ്വാസിയായവനാണ്. ആ 7-ാം കൽപ്പന അവൻ ലംഘിച്ചു, വ്യഭിചാരത്തിൽ അവന് തോറ്റു, അവൻ ആ പാപം ചെയ്തു. ആ പാപം ചെയ്തതിനു ശേഷം പിന്നീട് പരിശുദ്ധാത്മ അവനെ ദണ്ഡിപ്പിച്ചു. അവൻ ദൈവസ്ഥനിൽ തന്റെ പാപം ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. ഇനി അതിന് ന്യായം പറയുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കാം, പിന്നെയും ക്ഷമിക്കുമല്ലോ ഒന്നും അങ്ങനല്ല. ദാവീദ് ഒരിക്കലും പാപം ചെയ്തു, അതൊരു വ്യഭിചാരമായിരുന്നു. അവനവൻ തന്റെ ലംഘനങ്ങളെ ദൈവത്തോട് അറിയിച്ചു, ദൈവം അവനോട് ക്ഷമിച്ചു. പിന്നീട് അവൻ ഒരിക്കലും ആ പാപം ചെയ്തിട്ടില്ല. അത് വലിയ അറപ്പുള്ള വിഷയമായി ദാവീദിന് മാറി. അപ്പൊ അവന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചെങ്കിലും എന്താ സംഭവിക്കുന്നു? വിശുദ്ധിയിൽ ജീവിച്ചവർക്ക് നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലം ഈ വ്യഭിചാരം ചെയ്തവന് ലഭിക്കുകയില്ല. കാരണം ഈ പാപം ചെയ്തവൻ, അവനെ കാണുന്നവർക്ക് എല്ലാവർക്കും നിത്യത മുഴുവൻ അവന് ഈ പാപം ചെയ്തവനാണെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. അത് നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല. അപ്പൊ അതാണ് ചിലർ നിത്യ ലജ്ജയ്ക്കായും, അപ്പൊ അവിടെ വെച്ച് പലരും ലജ്ജിക്കപ്പെടും. അപ്പൊ പുനരുദ്ധാന ശരീരത്തിൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ
ശരീരത്തിന് അനുഭവമായി രൂപാന്തരം പ്രാപിക്കുമെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ ലജ്ജിക്കുന്നൊക്കെ ചില ആൾ ചോദിക്കാറുണ്ട്. ഇതാ സംഭവിക്കുന്നത്. മറഞ്ഞ മണ്ഡലത്തിൽ ഒരു വ്യഭിചാരവൃത്തം ചെയ്തു. എന്നാൽ പിന്നീട് അവൻ ദൈവത്തോട് ആ കാര്യം നിരപ്രാപിച്ചു. കർത്താവോട് ഏറ്റു പറഞ്ഞു, ദൈവം ആ പാപം ക്ഷമിച്ചു. എന്നാലും നിത്യതയിൽ പ്രതിഫലം വിധിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് അവൻ അർഹനായി തീരുകയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ നഷ്ടപ്രമേയ മുഖവരയിൽ ഏറ്റവും ഒടുവിലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ്. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ഏതായാലും ശിക്ഷാവധി എന്നുള്ള വിടുതലാണ്. എന്ത് ശിക്ഷാവധി? കർത്താവിന്റെ അതിഭയാനകമായിരുന്ന പാപത്തിനെതിരെയുള്ള, മനുഷ്യന്റെ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ശിക്ഷാവധി, അതായത് നിത്യ നരകം. വെള്ളസിംഹാസനം നടക്കേണ്ടതുമാണ് ആ ശിക്ഷാവധി. അപ്പൊ വെള്ളസിംഹാസനം മുമ്പാകെ പാപിയായ മനുഷ്യന് നിത്യമായ ശിക്ഷാവധി വിധിച്ച ദൈവം ആ വെള്ളസിംഹാസന ന്യായവിധി ദിവസത്തിൽ അവന് അവിടെ നിന്ന് ലഭിക്കുന്ന ശാശ്വതമായ വിമുക്തിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരാൾക്ക് വിടുതൽ ലഭിച്ചിട്ട് പിന്നീട് അത് നഷ്ടപ്പെടുമെന്ന് ഒരാൾ പറയുന്നത് വാസ്തവത്തിൽ കളിപ്പില്ല. ഒരാളെ പറഞ്ഞ് കളിപ്പിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കർത്താവായ യേശു വിശ്വസിച്ചാൽ വെള്ളസിംഹാസനത്തിലെ ശിക്ഷാവധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്നൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹം ആ സന്ദേശം വിശ്വസിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ആളിനെ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് ഒരു വ്യാജ പ്രസ്താവനയുമാണ് വാസ്തവത്തില്. അതുകൊണ്ട് എല്ലാ നഷ്ടപ്രമേയവും മുൻപിൻ ചിന്തിക്കാതെയും ക്രിസ്തീയ ഉപദേശം സൂക്ഷ്മമായി പഠിക്കാതെയും ആളുകൾ ചെയ്യുന്ന വിലയിരുത്തലുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷ നഷ്ടപ്പെടുന്നു പറയുന്നത് ഒരു വെറും പരമാർത്ഥവും തിരുവെഴുത്തിന് നിരക്കാത്തതുമായ ഒരു ഉപദേശവുമാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ എന്നേക്കും സുഭദ്രമാണ്. അതിന്റെ ന്യായങ്ങൾ കഴിഞ്ഞ 25 എപ്പിസോഡുകളിലായി ഞാൻ വിവിധ പ്രവിശ്യകളിൽ നിന്ന് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മുൻവിധി കൂടാതെ ദൈവവചനത്തെ ചോദ്യം ചെയ്യാതെ അതിനെ ആസ്വദിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആർക്കും രക്ഷ നഷ്ടപ്പെടും എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്നത്. ഈ 3 എപ്പിസോഡുകൂടി രക്ഷാ നഷ്ടപ്രമേയത്തിന്റെ മുഖവര എന്ന് പറയുന്ന ഈ പഠനം ഇവിടെ പര്യവസാനിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന്, ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ മിക്ക പുസ്തകങ്ങളിലും പ്രഥമ ദൃഷ്ടിയ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പല വചനഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ശരിയായ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ കണ്ടീഷനായിട്ടും രക്ഷ നഷ്ടപ്പെടും എന്ന ചിന്താഗതിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള ആളുകളുടെ അറിവിലേക്കാണ് ഞാൻ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പഴയ മുതലെ 39 പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന വേദഭാഗങ്ങൾ ക്രോഡീകരിച്ച് രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആളോട് ഇല്ല, നഷ്ടപ്പെടുകയില്ല എന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറാവുന്നത്. ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ ആ കാര്യങ്ങൾ പഠിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.